നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പട്ടി മാന്തിയാൽ ക്ലെയിം കിട്ടുമോ? കിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഒരു കാരണവശാലും വീട്ടിൽ വളർത്തുന്ന പട്ടികൾ മാന്തിക്കഴിഞ്ഞാൽ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി തരാറില്ല. അറിയാമോ നിങ്ങൾക്ക്? അറിയില്ല. ശരി, നമ്മൾ സപ്പോസ് ചാല മാർക്കറ്റ് എവിടെയെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് തെരുവ് പട്ടികൾ ആക്രമണത്തിൽ വണ്ടിക്ക് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ക്ലെയിം കിട്ടും. അത് നിസ്സാരമായിട്ട് കാണല്. ഈ പട്ടികൾ ശല്യക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. പട്ടി മാന്തിയതല്ലേ. അപ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അവരെ ത്രൂ ഇങ്ങനെ അറിയിക്കുക, സാറേ ഇങ്ങനെ പട്ടികൾ ഇങ്ങനെ ആക്രമിച്ച് വണ്ടിയിൽ സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. ഈ പട്ടിയുടെ ആക്രമണം എന്ന് പറയുമ്പം ചുറ്റും ഉണ്ടാവാം, ബമ്പറിൽ മാത്രം ഉണ്ടാവാം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫുൾ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അവരെ ത്രൂ റിപ്പോർട്ട് ചെയ്യുക. സ്പോട്ടിൽ സർവേയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്പോട്ട് സർവേ എന്നുള്ള ഓപ്ഷനുണ്ട്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം കിട്ടും. ഓക്കെ, അപ്പം ഈ വീട്ടിലെ നമ്മൾ വളർത്തുന്ന പട്ടി മാന്തിയ ക്ലെയിം കിട്ടില്ല. അത് നോക്കുക. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ 5 വർഷം വരെ നമുക്ക് കിട്ടും. ചില ഇൻഷുറൻസ് കമ്പനി 7-10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.